ഹലോ, നമസ്കാരം സുഹൃത്തുക്കളെ. ഞാൻ ഒരു പരീക്ഷ എഴുതാൻ വന്നു. ഇപ്പം ലാബസ്റ്റിനാണ്, അത്യാവശ്യം എളുപ്പമുള്ള പരീക്ഷയായിട്ട് തോന്നി. കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പാടായിട്ടുണ്ട്. ഓരോരുത്തരോട് റിവ്യൂ ചോദിച്ചു നോക്കാം. പരീക്ഷ കട്ട് ഓഫ് കൂടൂലേ? കട്ട് ഓഫ് കൂടെ അത്യാവശ്യം എളുപ്പമുണ്ട്. സന്തോഷമുണ്ടല്ലോ. പരീക്ഷ ഉണ്ടായിരുന്നു, എക്സാം ഉണ്ടായിരുന്നു. എക്സാമിനെ കുറിച്ച് റിവ്യൂ പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു? എക്സാമിനെ കുറിച്ച് എക്സാം ഉണ്ടായിരുന്നു. എക്സാം ഉണ്ടായിരുന്നു. എക്സാമിനെ കുറിച്ച് ചേട്ടാ റിവ്യൂ പറഞ്ഞു. കുഴപ്പമില്ല. എക്സാമിനെ കുറിച്ച് റിവ്യൂ പറഞ്ഞു. ചാനലിൽ യൂട്യൂബ് ഏത് ചാനലിൽ? ചാനൽ ആണോ? അത് കുഴപ്പമില്ലായിരുന്നു. ഇത്ര അറ്റൻഡ് ചെയ്ത് ഉദ്ദേശം? ഞാന് അറിയാവുന്ന 70+ എഴുതുള്ളൂ. 80+ എഴുതാൻ പറ്റും. 80 മുകളിലൊക്കെ പോകും ഏകദേശം. ഒരുപാട് എളുപ്പമുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാട് അത്യാവശ്യം പാടായിട്ട് തോന്നി. കറണ്ട് അഫെയർ ഒന്നും അത്ര കുഴപ്പമില്ല. പിന്നെ ഈ ഓരോ ലോസ് ഉണ്ട്. വിവരാവകാശ നിയമം, മറ്റേ പോക്സോ, പിന്നെ ഇൻഫർമേഷൻ അത് വിവരാവകാശ നിയമമുണ്ട്. പിന്നെ ഉപഭോക്തൃ നിയമങ്ങള്, അങ്ങനെയുള്ള അതിന്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ പറഞ്ഞക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ചോദ്യങ്ങളുണ്ടല്ലോ, അത് ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ എഴുതുന്നവർക്കാണ് മിക്കവാറും ഇത് ജയിക്കാൻ സാധ്യത കൂടുതൽ. എക്സാമിനെ കുറിച്ച് റിവ്യൂ എന്ന് പറയും. എക്സാം കുഴപ്പമില്ല, എളുപ്പമുണ്ടായിരുന്നു. നല്ലൊരു ഇതുണ്ട് ബ്രോ. എക്സാമിനെ കുറിച്ച് റിവ്യൂ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. എക്സാമിനെ കുറിച്ച് റിവ്യൂ പറഞ്ഞിട്ട് എങ്ങനെയുണ്ട്? വലിയ സന്തോഷമാണ്. എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞു. അത്യാവശ്യം എല്ലാവരും എളുപ്പമുള്ള എക്സാം ആയിരുന്നു പറഞ്ഞ. ഒരാളുടെ ചോദിച്ചു നടത്താം. ചേട്ടാ, എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു? എന്തെങ്കിലും എക്സാമിനെ കുറിച്ച് എന്തെങ്കിലും പറയാം. ഇപ്പൊ അടുത്ത ഈ എക്സാം വെച്ച് നോക്കണെങ്കിൽ 10th ലെവൽ മെയിൻസിന്റെ ഒരു സ്റ്റാൻഡേർഡ് അല്ല. ഇപ്പൊ കഴിഞ്ഞ LD കാട്ടിയും ലെവൽ കൂടുതലാണോ കുറവാണോ? എങ്ങനെ തോന്നുന്നു? ഈസിയാണ്. ഉദ്ദേശിച്ച് എത്ര കട്ടോ വരും? ഒരു 80-90 റേഞ്ച് വരും. 80+ വരും. 80+ വരാനുള്ള ഇല്ല. ഒരുപാട് ഡിലീഷൻ വരും. അത് ഞാൻ ഒരു വർഷം കണ്ടാലും എനിക്കത് ഡിലീഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഒന്നേ ഞാൻ കണ്ടോളൂ. കോച്ചിങ്ങിന് പോയി പഠിക്കാനോ? അതേ അല്ലാതെ? മറ്റേ പഠിക്കും. താങ്ക് യു. വേറെ വീഡിയോ കാണാം.